പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്പനയിലിൽ കണ്ടതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയുടെ ഒരു തുടർച്ചയാണ് ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ സിനിമാ നടൻ കൃഷ്ണകുമാറിൻ്റെ ഫാമിലിയായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് ഇപ്പോൾ 2-3 ദിവസമായിട്ട് ചൂടൻ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൾ ദിയയുടെ സ്ഥാപനത്തിൽ 3 പെരുങ്കള്ളികൾ നടത്തിയ വലിയൊരു തട്ടിപ്പ്. അതാണ് എല്ലാം ന്യൂസിലായാലും നമ്മൾ എല്ലാത്തിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മുഴുവനായിട്ടും പുറത്തേക്ക് വന്നിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ അന്ന് തന്നെ ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കള്ളികളെ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് അവർ തന്നെയാണ് ആ പൈസ മുഴുവൻ ബുദ്ധിങ്ങിയിട്ടുണ്ടാവും നമ്മൾ പറയില്ലേ നാട്ടുഭാഷയിൽ. അതുപോലെ എന്താ പറയുക, അവർ തന്നെയാണ് അതൊക്കെ എടുത്തിട്ട് ബുദ്ധിങ്ങിയത് എന്നുള്ളത് നമുക്ക് ആരും പറയാണ്ട് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. എങ്കിലും ആ 3 എണ്ണവും ഈ ന്യൂസ് മീഡിയേൻ്റെ മുന്നിലൊക്കെ കാണിച്ച ആ ഒരു നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നാടകം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ വലിയ അഭിനേത്രികളാണ്, വലിയ അഭിനയ കുലപതികളാണ് കേട്ടോ. അവർ 3 പേരും എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ അഭിനയിക്കാനാവുന്നത്, അവർക്ക് മീഡിയേൻ്റെ മുന്നിൽ ഇത്രയും നുണകളൊക്കെ എങ്ങനെയാണ് കെട്ടിച്ചമച്ച് പറയാനാവുന്നത് എന്നാണ് വിചാരിച്ചു പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും പൈസയും അടിച്ചു മാറ്റിയിട്ട് എങ്ങനെയാണ് അവരുടെ പൈസ അടിച്ചു മാറ്റിയതും പോരാ അവരെ കുറ്റക്കാരാക്കുന്ന ആ ഒരു നടപടി എങ്ങനെയാണ് ഇവർക്ക് പറയാൻ പറ്റിയത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ 3 കള്ളികളും ഇപ്പോൾ ഒളിവിലാണെന്നാണ് ന്യൂസിലേക്ക് കൂടി അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നാറ്റക്കേസല്ലേ, അവർ ഒളിവിൽ പോയിട്ട് എന്താണ് കാര്യം, എങ്ങനെ തന്നെ ആയാലും അവരെ പിടിക്കപ്പെടുന്നുള്ളത് 100% ഉറപ്പാണ്. നമുക്ക് ഒരു ന്യൂസ് കണ്ടുനോക്കാം, അതിനുശേഷം കുറച്ച് സംസാരിക്കാം. മുതലുള്ള ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് വിശദമായി പരിശോധിച്ചു. കൃഷ്ണകുമാറിനെതിരായ പരാതിയിൽ മൊഴി രേഖപ്പെടുത്താൻ സ്റ്റേഷനിൽ എത്താൻ ആവശ്യപ്പെട്ടിട്ടും 2 വനിതാ ജീവനക്കാർ അന്വേഷണത്തോട് സഹകരിച്ചിട്ടില്ല. കുറ്റസമ്മതം നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഇവർ മറ്റെവിടേക്കോ മാറിയിട്ടുണ്ടാകാം എന്ന നിഗമനത്തിലാണ് പോലീസ്. ഡാൻ കുര്യൻ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഡാൻ, വളരെ നിർണായകമായ വഴിത്തിരിവിലേക്കാണ് ഈ കേസ് എത്തി നിൽക്കുന്നത്. ഈ യുവതികളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 66 ലക്ഷം രൂപ എത്തിയിട്ടുണ്ട് എന്നതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇനി ഈ തട്ടിപ്പ് എങ്ങനെ നടത്തി എന്നത് മാത്രം തെളിഞ്ഞാൽ മതി. പക്ഷേ ഈ ഘട്ടത്തിൽ യുവതികളെ കസ്റ്റഡിയിൽ എടുക്കുന്നതിലടക്കം മുന്നോട്ട് നീങ്ങാൻ തുടങ്ങുമ്പോൾ ഇവർ ഒളിവിലേക്ക് മാറിയിരിക്കുന്നു എന്ന വിവരങ്ങളാണോ പുറത്തു വരുന്നത്? ആര്യ, കൃഷ്ണകുമാറിനെയും ദിയയെയും ഉൾപ്പെടെ അവരുടെ കുടുംബത്തെ മുഴുവൻ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയ ഒരു കേസിലാണ് വിവാദങ്ങൾക്കൊടുവിൽ നിർണായകമായ ഒരു വഴിത്തിരിവ് പോലീസിന്റെ അന്വേഷണത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് വലിയതുറയിലാണ്, തിരുവനന്തപുരം വലിയതുറയിലാണ്. വലിയതുറ സ്വദേശികളായ 3 വനിതകൾക്കെതിരെയാണ്, അതായത് ഈ ദിയയുടെ കവടിയാറിലെ ബൊട്ടിക്കിൽ ജീവനക്കാരായിരുന്ന 3 വനിതകൾക്കെതിരെയായിരുന്നു ഈ കേസ്. വിനീത, ദിവ്യ, രാധാകുമാരി, ഇങ്ങനെ 3 പേർക്കെതിരെയാണ് ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നത്. ഇവരുടെ ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ വലിയതുറയിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ചിൽ നിന്ന് പോലീസ് നേരത്തെ ശേഖരിച്ചിരുന്നു. തുടർന്ന് ഈ സ്ഥാപനത്തിന്റെ പേരൂർക്കടയിലുള്ള ബാങ്കിലെ വിശദാംശങ്ങളും പോലീസ് വിശദമായി പരിശോധിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ 66 ലക്ഷം രൂപ കഴിഞ്ഞ 2024 ജൂലൈ മാസത്തിനും ഈ വിവാദങ്ങൾ ഉണ്ടായതിനും ഇടയിൽ 3 പേരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതിൽ പ്രായോഗികമായി ഒരു പ്രശ്നമുള്ളത്, ഇവർക്ക് 3 പേർക്കും നൽകിയിരുന്ന മാസശമ്പളവും ഇതേ അക്കൌണ്ടുകളിലേക്കാണ് എത്തിയത് എന്നാണ് പോലീസിന്റെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ QR കോഡ് മാറ്റി സ്വന്തം അക്കൌണ്ടിലേക്ക് അപ്പോൾ ഈ 3 എണ്ണം ഇപ്പോൾ ഒളിവിലാണ് ഉള്ളതെന്നാണ് പറയുന്നത്. കാരണം അതുങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ബാക്കി പ്രൊസീജിയേഴ്സൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ എത്ര കാലം ഇവർ ഒളിവിൽ കഴിയുമല്ലേ? അവരെന്ന് പറഞ്ഞാൽ ഈ ചെയ്ത ഫ്രോഡ് പരിപാടിയൊക്കെ എല്ലാവരും അറിഞ്ഞു, നാട്ടിൽ മൊത്തം അറിഞ്ഞു, എല്ലാവരും അറിഞ്ഞു, ലോകം മുഴുവനും അറിഞ്ഞു. അതിന് ഇടയാക്കിയത് അവർ തന്നെയാണ്. ദിയ പറയുന്നുണ്ട് അനിയത്തിമാരെ പോലെയാണ് കണ്ടത്, അത്രയും വിശ്വസിച്ചിട്ടാണ് ഒന്നും ചെക്ക് ചെയ്യാതിരുന്നത്. ഇപ്പോഴത്തെ ദിയയുടെ അവസ്ഥ വെച്ചിട്ട് ഇതൊന്നും ചെക്ക് ചെയ്യാൻ ദിയക്ക് പറ്റിയിരുന്നില്ല എന്നാണ് പറയുന്നത്. ദിയയുടെ ഫാമിലിയിലാണെങ്കിൽ ഹസ്ബൻഡ് IT മേഖലയിൽ ജോലി ചെയ്യുന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിനും അതൊന്നും കൈകാര്യം ചെയ്യാൻ വേണ്ടി സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ ദിയ ഇവരെ വിശ്വസിച്ച് സ്വന്തം അനുജത്തിമാരെ പോലെ അവരെ വിശ്വസിച്ച് അവർ തെറ്റൊന്നും ചെയ്യില്ല ഒക്കെ തോന്നിയത് കൊണ്ട് കണക്കൊന്നും അധികം നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ സ്റ്റോക്കൊന്നും അധികം ശ്രദ്ധിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ ഒരു ചതി അവിടെ നടന്നിരിക്കുന്നത്. എന്നിട്ടും ചതി നടന്ന അത് ഇവർ കണ്ടെത്തിയിട്ട് കൂടി അത് സമ്മതിക്കാൻ ഇതുങ്ങൾ തയ്യാറായില്ല. കാരണം പൈസ അടിച്ചു മാറ്റി എന്താണ് വലിയ
വലിയ എന്താ പറയുക, വലിയ കോടിപതികളാവാമെന്നായിരിക്കണം ഇവർ വിചാരിച്ചിട്ടുണ്ടാവുക. പക്ഷേ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ നിന്നാണല്ലേ നമ്മൾ വേറൊരാളുടെ എന്താണ് അധ്വാനത്തിൻ്റെ ഫലം, വേറൊരാളുടെ പൈസയോ അല്ലെ എന്ത് തന്നെ ആയാലും നമ്മൾ അത് അടിച്ചു മാറ്റാനും അത് കള്ളത്തരത്തിലൂടെ നമ്മൾ സ്വന്തമാക്കാനും ശ്രമിച്ചാൽ ഒരിക്കലും തന്നെ അത് നിലനിൽക്കില്ല. സത്യം മാത്രമേ വിജയിക്കൂ എന്ന ആ ഒരു തത്വം, എന്ന ആ ഒരു ലോകതത്വം നമ്മൾ അറിഞ്ഞേ പറ്റൂ. നമ്മൾ ഒരുപാട് വിഷമം സഹിക്കേണ്ടി വന്നാലും എവിടെയും സത്യം മാത്രമേ ജയിച്ചിട്ടുള്ളൂ. കുറച്ച് സത്യത്തിൻ്റെ പാതയിൽ പോകുന്നവർ ഒരുപാട് വേദനിക്കേണ്ടി വരും. പക്ഷേ എന്നിരുന്നാലും സത്യം മാത്രമേ വിജയിക്കൂ എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എത്ര മാന്യമായിട്ടാണ് അവർ മീഡിയേൻ്റെ മുന്നിലൊക്കെ വന്ന് നിന്നിട്ട് ആ 3 പെരുങ്കള്ളികൾ പച്ച നുണ പറഞ്ഞിട്ടുണ്ടായിരുന്നതല്ലേ. അവർക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റി? എങ്കിലും സത്യത്തിൻ്റെ ആ ഒരു പാത എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് തന്നെ കൃഷ്ണകുമാറിനും കുടുംബത്തിനും നീതി കിട്ടി തുടങ്ങി എന്നാണ് നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി ഇപ്പോൾ പറ്റുന്നത്. ന്യൂസിലെ കൂടി ആയാലും കൃഷ്ണകുമാറിനും കുടുംബത്തിനും ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്നായാലും ഇനി നീതിന്യായത്തിൻ്റെ ഭാഗത്ത് നിന്നായാലും എല്ലാം സത്യം അവരുടെ ഭാഗത്താണെന്നുള്ളത് പൂർണ്ണമായിട്ടും ഇവിടെ തെളിഞ്ഞിട്ടുണ്ട്. അവർ കൊടുത്തിരിക്കുന്ന എല്ലാ തെളിവുകളും ആ 3 പെരുങ്കള്ളികൾക്കും എതിരെ ഉള്ളത് തന്നെയാണ്. അവർ അത്രയും മോശം ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവരെത്രയും വേഗം ശിക്ഷ നടപ്പിലാക്കി ജയിലിലേക്ക് പറഞ്ഞു വിടണം. അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആൾക്കാരെ ഇനിയും ഇവർ പറ്റിക്കാൻ പോകുന്നുള്ളത് 100% ഉറപ്പാണ്. പറ്റിച്ച് തിന്നവർക്ക് പിന്നെ അത് മാത്രമേ ശീലം ഉണ്ടാവുള്ളൂ. അധ്വാനിക്കാൻ മടി കാണും. പറ്റിച്ച് ഒരുപാട് പൈസയൊക്കെ ഇങ്ങനെ പറ്റിച്ചുണ്ടാക്കുന്നവരെ ഇനിയും ഈ ഭൂമിയിൽ ഈ പുറത്ത് അവരെ ഇനിയും വിട്ട് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഇനിയും ഇതുപോലെ വേറെയുള്ള പാവങ്ങളെയൊക്കെ പോയിട്ട് അവരെന്ത് ചെയ്യും? ഇതുപോലെയുള്ള ഷോപ്പിലൊക്കെ പോയി നിന്ന് ആടിയുള്ള പാവങ്ങളെ പറ്റിച്ചിട്ട് പൈസ ഉണ്ടാക്കും. ഇത് പഠിച്ചത് അവർ ശീലിച്ചതേ പാലിക്കൂ എന്ന് പറയുന്നത് പോലെ അവരതേ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് തക്കതായ ആ 3 എണ്ണത്തിനും തക്കതായ ശിക്ഷ തന്നെ കിട്ടണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഞാനും അതുപോലെ തന്നെ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇത് എല്ലാവർക്കും ഒരു പാഠമായിരിക്കണം. മറ്റുള്ളവരുടെ പൈസ എടുത്തിട്ട് ഇതുപോലെ കള്ളത്തരം ചെയ്യുന്ന എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കണം. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ലോകത്തൊട്ടാകെ ഇതെല്ലാവർക്കും ഒരു മാതൃകയായിരിക്കണം എന്നാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് തുടർന്നും ഇതിൻ്റെ ഈ കേസിൻ്റെ ഒക്കെ കാര്യങ്ങൾ നമുക്ക് തുടർന്നും അറിയാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. എന്ത് തന്നെയായാലും എല്ലാം ശരിയായ രീതിയിൽ തന്നെ വരുന്നുണ്ട്. സത്യം മാത്രം വിജയിച്ചല്ലോ. നമുക്കായാലും എല്ലാവർക്കായാലും അതൊരു സമാധാനം തന്നെയാണല്ലേ. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്കാണ് ഇങ്ങനെ പറ്റിയെങ്കിൽ കൂടി നമുക്ക് ഇതുപോലെയുള്ള സത്യമൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷം തന്നെയാണല്ലേ. കാരണം കുറ്റം ചെയ്തവർ എപ്പോഴായാലും പിടിക്കപ്പെടുന്നുള്ള ആ ഒരു ഇത് നമ്മുടെ മനസ്സിലും ഉണ്ടാവുന്നു. അല്ലാതെ കുറച്ചു കാലം ഇങ്ങനെ ഇവിടെയൊക്കെ കളിച്ചിട്ട് ഒരു ജാമ്യം എടുത്ത് പുറത്തിറങ്ങുന്ന അവസ്ഥ ആവരുത്. ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം എന്നാണ് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുവാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ. മറക്കരുത് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്.